ഞാൻ പറയട്ടെ, നമ്മുടെ മറ്റേ ഫ്രണ്ടിലെ പുറമ്പോക്കിന് അവകാശം വേറൊരുത്തരാണ്. ഒരു കാര്യമുണ്ട്, അത്രേ ഉള്ള പതിവ് ഉള്ള കരം കൊടുക്കുന്നത് സർക്കാരിന്റെ ആയിട്ടില്ല കരം കൊടുക്കേണ്ടി വരുന്നത്. അതെന്താ അറിയാത്ത കരം കൊടുക്കുന്നത് ഇനി വരുന്നത് നമ്മളല്ലല്ലോ, സർക്കാരിന്റെ ആയിട്ടില്ലേ. പക്ഷെ ഇവനെ പിടിക്കുക കാറൊന്നും നടന്നാ പിന്നെ ഒരാൾ കൊടുത്താൽ മതി. ഒന്നും പറയാൻ ഞാൻ ഇവരെ വന്നോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. എന്നെ ആരും വിളിച്ചു. എന്റെ നമ്പർ എഴുതിട്ടുണ്ടോ? എന്റെ നമ്പർ എഴുതിട്ടുണ്ടോ? എന്നെ വിളിക്കണേ. ആ ഉണ്ടോ? അത് ഇവനാ വരാതെ വന്നേ, ഇവനാ വന്നേക്കുന്നത്. നിങ്ങൾ നാളെ തന്നെ വന്ന് എന്റെ വീടിന്റെ ഫ്രണ്ടും കാര്യങ്ങളും അളക്കും. കെ പി കാരുടെ അനുവാദം അവരുടെ സ്കെച്ച് എടുത്തിട്ട് നടന്നോളൂ. നിങ്ങൾക്കൊരു ഇത് വന്നതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അത് ഇപ്പുറത്തെ പള്ളിയുടെ അളന്നപ്പോൾ ഇത് മാർക്ക് ചെയ്യാൻ വന്നത് എന്നോട് പറഞ്ഞു ഇവിടെ അളന്ന് സ്കെച്ചാക്കിയാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചാന്ന് പറഞ്ഞു. കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ ബാധിച്ചില്ല. നിങ്ങളുടെ ജോലി ചെയ്യണം. സമ്മതിക്കാതിരിക്കാൻ എന്തോ ഇതിപ്പോ എത്ര നോട്ടീസ് കൊടുത്തു? അതെ, എത്ര നോട്ടീസ് കൊടുത്തു നിങ്ങൾ? എന്നിട്ട് എന്താ നടക്കാത്തതാ, നടപ്പിലാക്കാത്തതാ? അത് നിങ്ങൾ അടുത്ത നടപ്പിക്കാൻ ചെയ്യണം. ഞാനാ വന്നേ നിന്നോട് ഇവിടുത്തെ വിഷയം ഉണ്ടാക്കി പിന്നാരെ ഞങ്ങൾ 2-3 പേരോട് അവിടെ നിന്നത്. അങ്ങനെ ഈ പുള്ളി കയറിയാണ്. ഈ പുള്ളി ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. ഞാൻ ജീവിതത്തിൽ പുള്ളികളോടെ വരും. എനിക്ക് 6 ശതമാനം പറയേണ്ടി വരും. 6 ശതമാനം പറഞ്ഞു അതൊക്കെ വന്നിട്ട് ആരോടും പറയണ്ടല്ലോ. നമുക്കറിയാം, നമുക്കറിയാം. ഞാൻ അതിനാ നമ്പർ തന്നെ നിങ്ങൾ കളക്കണമെങ്കിൽ എന്റെ വീടിന്റെ അവിടെ വന്ന് കേട്ടോ. ഇത് അളന്ന് തിട്ടപ്പെടുത്തിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാൻ. ഞാനിവിടെ നാളെ ഷെഡ് കെട്ടും. നാളെ ഞാൻ ഇവിടെ ഷെഡ് കെട്ടും. അയാൾക്ക് കെട്ടാമെങ്കിൽ ഇയാൾക്ക് കെട്ടാം. എനിക്ക് കേട്ടോ, ഞാൻ കെട്ടും. എനിക്ക് പൊടിച്ചില്ലെങ്കിൽ നിങ്ങൾ കെട്ടും. ഇത് അവന്റെ പൊടിച്ചില്ലെങ്കിൽ ഞാൻ കെട്ടും. അത് പോട്ടെ, അത് നമ്മുടെ സുഹൃത്താ, കുഴപ്പമില്ല. പക്ഷെ പുള്ളി പറയുന്നത് പറയുക അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇത് പറയാം, ഇത് മൊത്തവും ഒരു പ്രദേശത്ത് വന്നേ എല്ലാവരുടെയും പുറമ്പോക്കളാണ്. നമുക്കൊരു മര്യാദ വേണ്ട. ഇവൻ കാണിച്ചേക്കുന്ന മര്യാദ എല്ലാവരും വീട്ടിലോട്ട് പോയാൽ എന്റെ ഞാൻ തയ്യാറാ. എന്റെ പറമ്പാക്കാൻ തന്നെ പറയും. വാ അളക്കാൻ തയ്യാറാ, ഞാൻ തയ്യാറാ. വാ എന്റെ എടുക്കട്ടെ, എന്റെ എടുക്കട്ടെ. പക്ഷെ ഞാനവിടെ ഒരു സ്ഥലം ഇനി പറഞ്ഞ കരം കൊടുത്തിട്ട് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പുറമ്പോക്ക് കയ്യേറി എന്ന് പറയാൻ ഒക്കത്തില്ല. എന്റെ വീടിനകത്ത് സാമാനം ഉണ്ടാക്കി എടുത്തു. ഇതെന്ന് വെച്ചാൽ ഇത് മൊത്തം പുറമ്പോ കയ്യേറി വെച്ചേക്കോ. ഇത് പുറമ്പോ കയ്യേറി വെച്ചേക്കോ. ആ ഇത് കയ്യേറി വെച്ചേക്കോ. 600 രൂപ വാടക ദിവസം 600 രൂപ. ഈ പുറമ്പോ കയ്യേറിയിട്ട് മാഡം ഈ പുറമ്പോ കയ്യേറിയിട്ട് വാടക 600 രൂപയ്ക്ക് കൊടുത്തിരിക്കുക. ദിവസം 600 രൂപ. മൂന്നാമത്തെ അടിയാ ഇന്നത്തെ ദിവസം. അറിയാമല്ലോ ഇത് പറയുമ്പോ ആ ഫ്രൂട്ട് കടയുടെ ഓപ്പോസിറ്റ് ഫ്രൂട്ട് കട ഇരിക്കുന്നുണ്ട്. 500 രൂപ വാടക കൊടുത്തേക്കും. 600 രൂപയ്ക്ക് വാടക കൊടുത്തിരിക്കുക. അത് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഫ്രൂട്ട് കട. അതറിയത്തില്ല. അത് പൊളിക്കട്ടെ, അത് അളക്കെ പൊളിക്കട്ടെ. എന്താ നിങ്ങളെന്താ ഇതിന് പറയാത്ത? അല്ല ഞങ്ങളല്ലല്ലോ പരാതി കൊടുത്താലല്ലേ ഒന്ന് കൊടുക്ക്. അത് കൊടുത്തതിനാ അല്ല പരാതി കൊടുത്താലല്ലേ ഒന്ന് കൊടുക്കും. റോഡ് വികസനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോ ഞാൻ കൊടുത്തിട്ടില്ല. അവനാണെങ്കിൽ നമ്പർ പോലും കൊടുത്തിട്ട്
അങ്ങനെ ഒരാളെ ഇത് വിളിക്കട്ടെ എല്ലാം വിളിക്കട്ടെ എല്ലാം വിളിക്കണം. അത് മാറിക്കൊടുക്കാൻ തയ്യാറെന്ന് എന്നോട് അന്ന് തന്നെ പറഞ്ഞു. ഞാൻ എഴുതി അവിടെ വെച്ച് എഴുതി കൊടുത്തോട്ടെ. കൊടുക്കുമ്പോഴേ ഇതെല്ലാം പൊളിക്കണ്ടായി. ഒരാളെ മാത്രം ബാക്കിയുള്ളവരെല്ലാം മിടുക്കന്മാരായിട്ട് വന്നപ്പോഴേ ഇതിന് ഞാൻ പറഞ്ഞാലോ ഇതിന് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്താൽ പിന്നെ എങ്ങനെ പൊളിക്കുന്നു? അടുത്ത ആളുകൾ വരുന്നു. ഞാൻ പോവാ. എങ്ങനെ പൊളിക്കുന്നു? അവിടുന്ന് ആള് വരുന്നു. ആരെന്തോ അവര് വരുന്നു. ആര് വന്നവർക്കും കടമകൾ കംപ്ലീറ്റ് ഇളക്കാൻ പറ്റണം. ഒഴിക്കാൻ നമ്മൾ തയ്യാറാ. എവിടെ ഉണ്ടോ പുറമ്പോക്കോ അവിടെ ഒഴിക്കാൻ തയ്യാറാണ്. ഒഴിക്കുന്നത് പറയണേ കൂടുതൽ കിട്ടുന്നത് പറഞ്ഞാൽ ഇതെല്ലാം പൊളിക്കത്തില്ല. എല്ലാം വിളിക്കട്ടെ. കടമകാരൻ്റെ എവിടെ കയ്യേറ്റമുണ്ടോ അതെല്ലാം എടുക്കണം. അതല്ല ഇവര് ഈ അളക്കാൻ വന്നപ്പോ ഇദ്ദേഹം സമ്മതിക്കത്തില്ല. ഓൺലൈനിൽ മാത്രം അളക്കാൻ വരുമ്പോൾ നമ്മൾ അവര് പറഞ്ഞു അവര് പറഞ്ഞ കാര്യമില്ലെന്ന് കാര്യമില്ലെന്നാ സമ്മതിക്കത്തില്ല. അളക്കാൻ